ഹലോ, ഇന്ന് ചെറിയൊരു ചോക്ലേറ്റ് ഹാമ്പർ ഉണ്ടാക്കാനുണ്ട്. ഈ ഒരു ബോക്സ് എടുക്കണോ, ഇതെടുക്കണോ, അല്ലെങ്കിൽ ഇതെടുക്കണോ, ഭയങ്കര കൺഫ്യൂഷൻ ആയി. ലാസ്റ്റ് ഇതിലങ്ങ് ഉറപ്പിച്ചു. വെരി സിമ്പിൾ ആണ്. ഈ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഹാമ്പർ ബോക്സ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ എടുത്തു. പിന്നെ അതിലേക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്ന ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10 പീസ് കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ചോക്ലേറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഈ ഒരു കളർ നമ്മളെ ഹാമ്പർ ബോക്സിനോട് ഏകദേശം സ്യൂട്ടായി തോന്നി. ഒരു ബേബി പിങ്ക് അല്ലെങ്കിൽ ഒരു ഓഫ് കളർ ടച്ച് തോന്നിയ സമയത്ത് ഇത് അങ്ങ് എടുത്തു. പിന്നെ ഫെററോ റോച്ചറിന്റെ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 പീസാണ് കേട്ടോ ഇതിൽ വരുന്നത്. അതിന്റെ ഉള്ളിൽ എന്താ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നതെന്ന് നോക്കുന്നു വേണ്ട. കാരണം ഞാനത് അൺബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളെ ബോക്സിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്രയും ചോക്ലേറ്റ് ആണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. കിറ്റ്കാറ്റും പിന്നെ ആ ഒരു ചോക്ലേറ്റ് പിന്നെ നമ്മൾ ഫെററോ റോച്ചറും. ഈ ഒരു ഫ്ലവർ സംഭവം കുഞ്ഞാണെങ്കിലും നമ്മളെ ബോക്സിന് പറഞ്ഞുണ്ടാക്കിച്ച പോലെ അടിപൊളിയല്ലേ. പിന്നെ ഹാപ്പി ആനിവേഴ്സറിന്റെ ഈ ഒരു കേക്ക് ടോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് അപ്പൊ നമുക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാലിയായി കിടക്കുന്ന ബോക്സ് ഇനി ചോക്ലേറ്റ് വെച്ചിട്ട് അങ്ങ് ഫില്ല് ചെയ്യണം. എങ്ങനെയും ഫില്ലാക്കിയാൽ പോരല്ലോ. നല്ല നീറ്റ് ആയിട്ട് ഇതുപോലെ ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. കിറ്റ്കാറ്റ് ഒക്കെ വരിയായിട്ട് നിരത്തി അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു മജാപ്പൊളി. നെക്സ്റ്റ് ഈ ഫെററോ റോച്ചർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അതിലുണ്ടായിരുന്ന ഈ 4 പീസാണ് നമുക്ക് ആ ബോക്സിൽ സെറ്റ് ചെയ്യാനുള്ളത്. അതാ ഒരു സൈഡിലായിട്ട് നമ്മൾ 4 ഒരുമിച്ച് തന്നെ വെച്ച് ബാക്കി കുഞ്ഞു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടല്ലോ, അതും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തപ്പം അടിപൊളി ലുക്ക്. നെക്സ്റ്റ് ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ ഒരു ടോപ്പർ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടോപ്പർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പർ ഇതുപോലെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്യാനും പാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാകും. സോ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് ഡബിൾ ടൈപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ വീഡിയോ ആയിട്ട് വരാം. സോ വെയിറ്റ് ഫോർ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.